കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കിച്ചു സുധി ഉണ്ടെങ്കിൽ ഒരു ഇനാഗുറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു രേണു ഇപ്പോൾ ചെയ്യുന്നതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് എനിക്ക് കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനത്തുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കിച്ചു ഉണ്ടെങ്കിൽ ഒരു കാര്യവും മറുപടിയും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടെന്നുള്ള രീതി മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു, അതല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇത് കണക്ക് ഓൺലൈൻ മീഡിയക്കാർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് കിച്ചു ഉണ്ടെങ്കിൽ പുതിയ ഇനാഗുറേഷനൊക്കെ പോയി വന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തോ അഭിപ്രായം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്നുള്ള രീതി മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് കണക്ക് എന്താ പറഞ്ഞതെന്നുള്ളത്. അവരാണ് പറയുന്നത് ഇത് കണക്ക് എൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവനും ഇതേ കണക്ക് വലിയ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവനുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് ഇതേ കണക്കൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അവൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ ഞാൻ അവൻ്റെ കൂടെ ഉള്ളതാണ്, എന്നിട്ടും ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലുണ്ടെങ്കിൽ കിച്ചുവിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.